So, dear students, we can continue the NCRT exercise discussion of ray optics and optical instruments. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 12th ക്വസ്റ്റ്യൻ വരെയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടു. സോ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റെലവൻറ്റ് കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കി എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. So here a small telescope has an objective lens of focal length 144 centimeter and an eyepiece of focal length 6 centimeter. So the objective got the value of 144 centimeter, a convex lens actually, so have it to, and that eye lens with the value as a 6 centimeter. What is the magnifying power of the telescope? What is the separation between the objective and the eyepiece? So we have to find what is the magnifying power. For astronomical telescope, for the relaxed eye, we can say that f0 by fe. So that is nothing but equal to 144 by 6. So that is equal to 24. സാധാരണ കേസിൽ ഓർക്കണേ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്നറിയാം. സാധാരണ രൂപത്തിൽ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ഇഫ് യു ജസ്റ്റ് അവോയ്ഡ് ദ മോഡുലസ് യു ഗെറ്റ് ദ വാല്യൂ ആസ് -24. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ദ ഐ ലെൻസ്. ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ആണെങ്കിൽ yes, the separation between them is called the length of the tube. So സാധാരണ രൂപത്തിൽ നമുക്കറിയാം the general relation is V0 plus UE. At infinity എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കറിയാം that UE is replaced with FE. So that is equal to 144 plus 6. So you get the answer as 150 centimeter. So we can move with the question number 14. The first part, a giant refracting telescope at an observatory has an objective lens of focal length of 15 meter. So that FO got the value of 15 meter, that is 15 into 10 square centimeter. If an eyepiece of focal length 1 centimeter is used, so the value for eye focal length is 1 centimeter. Then what is the angular magnification of the telescope? അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം ഓബ്ജക്ട്സുകൾ എന്നുള്ള കൺസിഡറേഷൻ അറ്റ് ഇൻഫിനിറ്റി ആണ്. സോ റിലാക്സ്ഡ് ആയി എന്നൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ സിംപ്ലി വി ക്യാൻ സേ ദ മാഗ്നിഫൈയിങ് പവർ ടേക്ക് ദ വാല്യൂ ഓഫ് f0 by fo by fe. So that is equal to 1500 by 1. So you get the value as 1500. So the first concept is over. The second one, if this telescope is used to view the moon, then what is the diameter of the image of the moon formed by the objective lens? The diameter of the moon is given as 3.48 into 10 raised to 6. And the radius of the lunar orbit is 3.8 into 10 raised to 8. So നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് സേ ദിസ് ഈസ് അവർ ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ദ റൈസ് കമ്മിങ് ഫ്രം ദ മൂൺ ആൻഡ് വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദ പാരലൽ റൈസ്. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കോയിൻസൈഡ് അറ്റ് ദ ഫോക്കൽ പ്ലെയിൻ. സോ വി ക്യാൻ സേ ദാറ്റ് ഇമേജ് ഈസ് ഫോംഡ് there. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ് ഓബ്ജക്റ്റ് എന്ന് പറയാം, അത് ഇൻഫിനിറ്റി എന്നൊരു കൺസിഡറേഷനിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, വാട്ട് ഓർ മേ ബി. സോ അത് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണെന്നിരിക്കട്ടെ.
അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഓബ്ജക്റ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പം ലൂണാർ ഓർബിറ്റൽ ലെങ്ത് ഈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ അത് ഡയമീറ്റർ ഓഫ് ദ മൂൺ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ അല്ലേ. സോ ദാറ്റ് ആൽഫ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ മൂൺ ബൈ ആർ. പക്ഷേ ആ ആംഗിൾ തന്നെയല്ലേ ഈ ആംഗിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിവിടെ ഇമേജ് ഫോക്കൽ പ്ലെയിനിൽ ഉണ്ടാക്കുന്നതല്ലേ. അത് നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ മൂണിൻ്റെ ഇമേജിൻ്റെ ഡയമീറ്റർ അല്ലേ. ഇവിടെ വന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ പ്ലെയിനിലായതുകൊണ്ട് F0 അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൽഫയ്ക്ക് എന്ന് പറയുന്നതിന് DM dash division by F0 എന്ന് എഴുതിക്കൂടെ. So our aim is to find what is the diameter of the image. So that is equal to DM by R into the focal length of the objective. Diameter of the moon നമുക്ക് തന്നിട്ടുണ്ടല്ലോ. That is 3.48 into 10 raised to 6. നമ്മുടെ radius of the lunar orbit is 3.8 into 10 raised to 8 into the focal length. So we can express in terms of centimeter as 1500. ഇത് രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കത് ക്യാൻസലായി പോയി. സോ നമ്മൾ ജസ്റ്റ് സോൾവ് ഇറ്റ്, യു ഗെറ്റ് ദ ആൻസർ ആസ് 13.7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രിലിമിനറി ആയിട്ട് ടെലസ്കോപ്പിൻ്റെ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഓർക്കുക. ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മൾ ഓബ്ജക്റ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ റേസ് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഓബ്ജക്റ്റുമായിട്ട് ബുക്ക് ചെയ്യുന്ന അതേ ആംഗിൾ തന്നെയായിരിക്കും അതിൻ്റെ ഇമേജുമായിട്ട് മേക്ക് ചെയ്യുന്നത്. സോ നമ്മൾ റിലേറ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 13.7. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, നമ്പർ 15. സോ ഹിയർ ഒരു 4 ക്വസ്റ്റ്യനുകൾ ഒരുമിച്ച് ചേർന്നതാണ്. കൺസെപ്ച്വലി നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ. സൂക്ഷിക്കുക. അതിൽ യൂസ് ദ മിറർ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/u + 1/v = 1/f. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് 4 കേസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ 1 ഇവിടെ പറയുന്നത് an object is placed between f and 2f of a concave mirror. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഒരു കോൺകേവ് മിററാണ്. ഇപ്പോൾ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഓർക്കും. സോ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇവിടെ f എന്നിരിക്കട്ടെ. an object is placed between f and, സോ ഇതാണ് നമ്മളുടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വരിക. and it produces a real image beyond 2f. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് f അപ്പുറത്തായിരിക്കണം, അതോടൊപ്പം റിയലുമായിരിക്കണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കൺസെപ്റ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഇമേജ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ 1/v എന്ന് പറയുന്നത് 1/f - 1/u അല്ലേ. സോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, എഫ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് വാല്യൂ അല്ലേ, കോൺകേവ് മിറർ അല്ലേ. യു എന്ന് പറയുന്നത് നമുക്കറിയാം അത് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ടേം മാറി നെഗറ്റീവായി. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് യെസ് നമുക്ക് -v/u വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം റിയൽ ഇമേജ് ഈസ് ഫോംഡ്. സോ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം 2f അപ്പുറത്താണ് റിയൽ ഇമേജ് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓർക്കണേ നെഗറ്റീവ് സൈനുള്ള വാല്യൂസാണ് എഫും യുവും 2f അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, നമ്മുടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2f കൂടുതലല്ലേ. ഓർക്കണേ നെഗറ്റീവ് സൈൻ ഈസ് ദയർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. പക്ഷേ ആ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എഫിനേക്കാൾ കുറവല്ലേ. സോ ദാറ്റ് ഈസ് യു ലൈസ് ഇൻ ബിറ്റ്വീൻ 2f and f. പക്ഷേ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് എടുത്തേ 1/2f
യെസ്, ഇവിടെ ലെസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സൈൻ അങ്ങ് മാറില്ലേ, ഗ്രേറ്റർ ആയില്ലേ റെസിപ്രോക്കൽ എടുത്തപ്പോൾ. സോ 1/u ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1/f. കംഫർട്ടായോ? യെസ്. ഇനി ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. സോ വി ഗെറ്റ് ദ വാല്യൂ -2f ഗ്രേറ്റർ ദാൻ -1/u -1/f ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ see the case, മൈനസ് നമ്മൾ ഈ റിലേഷനിൽ നിന്ന് മിറർ റിലേഷനിലേക്ക് വരാൻ ശ്രമിച്ചേ. സോ നമുക്കവിടെ we can write the value as 1/f. ഈ 1/f ഇപ്പുറത്തേക്ക് എടുത്ത് 1/f -1/2f. That is a very important one. നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു 1/f കൊണ്ട് ഈ ഇതിനെ ഇതിൽ 1/fൽ നിന്ന് ഈ രണ്ട് വാല്യൂയും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചേ. അങ്ങനെയാണെങ്കിൽ 1/f -1/2f it should be. So here 1/2f is greater than 1/u. That should be greater than 1/f. So മൈനസ് സൈൻ വരുമ്പോൾ അതിൻ്റെ സൈൻ തിരിഞ്ഞത്തില്ലേ? യെസ് യെസ്. സോ നമുക്കൊരു 1/f കൊണ്ട് ഒന്ന് സബ്ട്രാക്ട് ചെയ്തേ. ഓരോ ടേമും 1/fൽ ഒന്ന് സബ്ട്രാക്ട് ചെയ്തേ. സോ 1/f -1/u. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് 0 ആയി മാറിയില്ലേ? യെസ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയില്ലേ 1/2f എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് 1/f -1/u അല്ലേ നമ്മുടെ 1/v എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. സോ നമുക്ക് ഉറപ്പിച്ചു പറയാം ദാറ്റ് v ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2f. സോ ദാറ്റ് ഈസ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇതേപോലെ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്താലേ ഉത്തരത്തിലേക്ക് വരൂ എന്നുള്ള കാര്യം ഓർക്കുക. ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ച് അത് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോൺവെക്സ് മിറർ ആൾവേസ് പ്രൊഡ്യൂസസ് വെർച്വൽ ഇമേജ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഓബ്ജക്റ്റ്. ഇപ്പം നമുക്ക് ഇമേജ് ഡിസ്റ്റൻസിൻ്റെ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 1/f -1/u. അപ്പോൾ നമ്മുടെ കയ്യിൽ കൺസിഡർ ചെയ്യേണ്ടത് കോൺവെക്സ് മിററാണ്. വി നോ ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് +1. ദാറ്റ് ഈസ് f is greater than 0. But we know that u is less than 0. That is negative. f is positive. അത് രണ്ടും അങ്ങോട്ട് പുട്ട് ചെയ്തേ. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, യു നെഗറ്റീവ്. കാരണം ഈ ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്റ്റീസും ആയി മാറി. ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് ആൾവൈസ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മിററിൻ്റെ റൈറ്റ് സൈഡിലായിട്ടല്ലേ ഇമേജ് ഉണ്ടാകുക എന്നല്ലേ അതിൻ്റെ മീനിങ്. അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പിച്ച് പറയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -v/u ആയിട്ട് മാറുമ്പോൾ വിയുടെ പോസിറ്റീവ് കൺസെപ്റ്റും യുവിൻ്റെ നെഗറ്റീവ് കൺസെപ്റ്റും ചേരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയി മാറിക്കഴിഞ്ഞു. നമുക്ക് ഉറപ്പിച്ച് പറയാം ദ ഇമേജ് ഫോം ചെയ്യുന്നത് വെർച്വൽ ആണ് എന്ന്. സോ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ വി ക്യാൻ പ്രൂവ് ഇറ്റ്. The convex mirror always produces virtual image independent of the location. So we can move to the third part of the question. Again, by using the mirror equation, the virtual image produced by a convex mirror is always diminished in size and is located between the focus and the pole. സോ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. നമ്മുടെ മാഗ്നിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. എം ഇസ് ഈക്വൽ ടു എഫ് ഡിവിഷൻ ബൈ എഫ് മൈനസ് യു. നമുക്കറിയാം ഒരു കോൺവെക്സ് മിറർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്
that f is greater than 0 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്, യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്കൊരു കൺസെപ്റ്റ് വരേണ്ടത് എഫ് മൈനസ് യു എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഇമേജ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അടുത്തൊരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ളത്, വീണ്ടും നമ്മുടെ റിലേഷൻ എടുക്കുക. 1/v is equal to 1/f minus 1/u. വീണ്ടും എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, യു എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമുക്ക് പറയാം ഇമേജ് ഫോം ചെയ്യപ്പെടുന്നത് വി പോസിറ്റീവ് ആയതോടുകൂടി തന്നെ വെർച്വൽ ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ നമ്മുടെ ആദ്യത്തെ പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള കേസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. സ്വാഭാവികപരമായിട്ടും ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയിട്ട് മാറും. ഇനി ഓബ്ജക്റ്റ് എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞു വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വിയുടെ വാല്യൂവും കുറയുന്നു എന്നൊരു കൺസെപ്റ്റ് ഉറപ്പായിട്ടും നമുക്ക് പറയാം. സോ ഉറപ്പിക്കാൻ നമുക്ക് ആ പോളിനും ഫോക്കസിനും ഇടയ്ക്കാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ്, an object placed between the pole and the focus of a concave mirror produces a virtual and enlarged image. ഒരു കോൺകേവ് മിററിലെ പോളിനും ഫോക്കസിനും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും. സോ നമുക്കൊരു കോൺകേവ് മിറർ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ആ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധാരണ കേസസിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. മാഗ്നിഫിക്കേഷൻ ഫോർ ദ മിറർ നമുക്ക് ഇങ്ങനെ റൈറ്റ് ചെയ്യാം, എഫ് ഡിവിഷൻ ബൈ എഫ് മൈനസ് യു. സോ എഫ് ഇവിടെ നെഗറ്റീവ് ആണ്, യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഡിനോമിനേറ്റർ ഇവിടെ നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് നെഗറ്റീവാണ് എങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്തിനേക്കാൾ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ഫോക്കൽ ലെങ്തിനേക്കാൾ ഈ എഫിനേക്കാളും യു എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ, വെരി ഇമ്പോർട്ടൻറ്റ് വൺ, നമ്മളുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സോ നമുക്ക് യുവിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എഫിനേക്കാളും കുറവാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയതോടുകൂടി എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ നെഗറ്റീവാണ് ഓൾറെഡി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിനോമിനേറ്ററും നെഗറ്റീവായിട്ട് മാറും. ദാറ്റ് മീൻസ് എം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറും. സോ ഉറപ്പിക്കാം വെർച്വൽ ആയിട്ടുള്ള ഇമേജാണ് ഉണ്ടാകുന്നത് എന്ന്. പക്ഷേ നമുക്ക് ഈ ഒരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നമുക്കറിയാം ഇവിടെ അത് നെഗറ്റീവാണ്, അപ്പോൾ അത് പ്ലസ് വാല്യൂ ആയിട്ട് മാറും. ഇതെന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് തുടരുന്നു. അപ്പോൾ ഈ വാല്യൂ എഫിനേക്കാളും, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ന്യൂമറേറ്റർ ആയിട്ട് മാറുമ്പോൾ ഉറപ്പിക്കാം എം എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. സോ എൻലാർജ്ഡ് ഇമേജ് അവിടെ ഉണ്ടാകുന്നു. ശ്രദ്ധിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. So we can prove it that object placed between the pole and the focus of the mirror produces virtual and enlarged image. അപ്പോൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. So the question number 16, a small pin fixed on a tabletop is viewed from the above from a distance of 50 centimeter. By what distance would the pin appear to be raised if it is viewed from the same point through a 15 centimeter
thick glass slab held parallel to the table. The refractive index is given as 1.5. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ്, ഒരു ടേബിൾ ടോപ്പ് ഈസ് ദേ. അപ്പോൾ ഒരു പിൻ ഈസ് ഹിയർ. സോ ദ ഒബ്സർവേഷൻ ഈസ് ഫ്രം 50 സെൻറ്റിമീറ്റർ എബവ് ഇറ്റ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ വിഡ്ത്ത് ഉള്ള ഒരു ഗ്ലാസ് ലാബ് നമ്മൾ ഇവിടെ വെക്കുകയാണ്. നമ്മളുടെ ചോദ്യം ഇതാണ്, ബൈ വാട്ട് ഡിസ്റ്റൻസ് വുഡ് ദ പിൻ അപ്പിയർ ടു ബി റൈസ്ഡ്? എന്തുമാത്രം റൈസ് ചെയ്തിരിക്കും? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, തിയറി വായിക്കുക, നോർമൽ ഷിഫ്റ്റ്. സോ നമുക്ക് ടി തിക്നെസ് ഉള്ളതാണെങ്കിൽ ഉണ്ടാകുന്ന ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ടി ഇൻറ്റു 1 - 1 by mu, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 1 - 1 by 1. So that is equal to 15 into 1 minus as 2/3. So you get the answer as 5 centimeter. And രണ്ടാമത്തെ പാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. Does the answer depend upon the location of the slab? സാധാരണ രൂപത്തിൽ നമ്മളുടെ വ്യൂവിനെ അത് വളരെ വ്യക്തതയോടെ ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നു, നമ്മുടെ നോട്ടത്തെ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫോർ സ്മോൾ ആംഗിൾസിലൂടെയുള്ള നോട്ടമാണെങ്കിൽ അവൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വ്യത്യാസം വരുത്തത്തില്ല. പക്ഷെ അതർവൈസ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിഫ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഫോർ സ്മോൾ ആംഗിൾസ് ആണെങ്കിൽ ദ ആൻസർ അതിൽ വ്യത്യാസം വരില്ല. പക്ഷേ മറ്റ് ആംഗിളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. See the question number 17, a long question. Figure below shows a cross section of a light pipe made of a glass fiber of refractive index 1.68. The outer covering of the pipe is made of a material of refractive index 1.44. What is the range of the angle of the incident rays with the axis of the pipe for which the total reflections inside the pipe take place as shown in the figure? എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. അടുത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ ആൻസർ ഇഫ് ദർ ഈസ് നോ ഔട്ടർ കവറിങ് ഓഫ് ദ പൈപ്പ്? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് എടുക്കാം. ക്രോസ് സെക്ഷൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, സോ വി ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇറ്റ് ആസ് സിംപ്ലി N1. as N1, that is given as is equal to 1.68. ഔട്ടർ കവറിങ് N2 ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് വാല്യൂ ഈസ് 1.44. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിലെ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രിട്ടിക്കൽ ആംഗിൾ. സോ IC നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം സൈൻ IC എന്ന് പറയുന്നത് 1 the refractive index of denser with respect to rarer എന്നാണ് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അത് NR/ND ആണെന്ന് അറിയാം. NRൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.44 ആണ്. ഡെൻസർ മീഡിയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.68 ആണ്. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.8571 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് വാല്യൂ. സോ റഫ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ 59 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ്, ഇവിടെ വന്ന് വീഴുന്ന ആംഗിൾ എന്ന് പറയുന്നത് 59 ആണെങ്കിൽ ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ് ആണ്. എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം, ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 59നേക്കാൾ കൂടുതൽ നമുക്കറിയാം. അവിടെ പിന്നെ പോസിബിലിറ്റി വരുന്നത് 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾ. സോ 90 - 59 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 59 ഡിഗ്രി തുടങ്ങി 90 ഡിഗ്രി വരെ ഉള്ളതാണ് അവിടെ സ്വാഭാവികപരമായിട്ടും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള R വാല്യൂ എന്താണ്? Rൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, Rൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെ സ്വാഭാവികപരമായിട്ടും ആംഗിൾ 59 to 90 ഡിഗ്രി അല്ലേ വരുന്നേ. അപ്പോൾ ഈ ആംഗിൾ 90 അല്ലേ വരുന്നേ. അപ്പോൾ 180 ഡിഗ്രിയിൽ നമ്മൾ സബ്ട്രാക്ട് എടുത്താൽ Rൻ്റെ വാല്യൂ നമുക്ക് കിട്ടത്തില്ലേ? സോ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് വാല്യൂ ഓഫ് R ഈസ് റേഞ്ചസ് ഫ്രം 0 to 31 ഡിഗ്രി.
അപ്പോൾ മാക്സിമം ആർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടിക്കഴിഞ്ഞു? 31 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ ആറ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ ആറാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചൂടെ? സിമ്പിളായിട്ട് നമ്മുടെ സിനൽസ് ലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സൈൻ ഓഫ് ഐ മാക്സ് ഡിവിഷൻ ബൈ സൈൻ ഓഫ് ആർ മാക്സിമ എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലേ? സോ ഹിയർ ആസ് N1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ സൈൻ ഐ മാക്സിമം എന്ന് പറയുന്നത് N1 വാല്യൂ ദാറ്റ് ഈസ് 1.68 ഇൻറ്റു സൈൻ ഓഫ് ആർ മാക്സിമം ആസ് 31 ഡിഗ്രി. So that is equal to 1.68 into sin 31, take the value as a 0.15, that is equal to 0.8652. So നമുക്ക് I maximum sin inverse of that value, roughly you get the value as 59.9 degree as a 60 degree. So we can easily say the point, so all rays at angles in the range 0 less than 60 degree shall suffer total internal reflection inside the case. So that is the very important first question. അപ്പോൾ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് വരാം. സോ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഔട്ടർ കവറിങ് ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ എങ്ങനെയായിട്ട് നമുക്ക് മാറും? ഇതേ കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാം. സോ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇവിടുത്തെ IC ഡാഷ് എന്ന് നമുക്ക് കൊടുക്കാം, ക്രിട്ടിക്കൽ ആംഗിൾ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൈൻ IC ഡാഷ് എന്ന് പറയുന്നത് 1 ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറർ. ഇവിടുത്തെ റെയറർ മീഡിയം എന്ന് പറയുന്നത് എയർ ആയിട്ട് മാറുന്നത് കൊണ്ട് സോ 1 ബൈ N ഓഫ് ദാറ്റ് N1 ദ ഡെൻസർ മീഡിയം ആയിട്ട് മാറി. സോ നമുക്കവിടെ IC ഡാഷ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ 1.68. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സൈൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് വാല്യൂ ബിക്കം 0.5952. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി 52 മിനിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ICയുടെ വാല്യൂ റേഞ്ചസ് ഫ്രം 90 ഡിഗ്രിക്ക് താഴെ 36 ഡിഗ്രി 52 മിനിറ്റ്സിൽ കുറവ്. സോ ഇറ്റ് റേഞ്ചസ് ഫ്രം 36 ഡിഗ്രി 52 മിനിറ്റ്സ് ടു 90 ഡിഗ്രി. അപ്പോൾ ആ വാല്യൂ ആണ് IC ആയിട്ട് ഇവിടെ വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആറിൻ്റെ വാല്യൂ എങ്ങനെ റേഞ്ച് ചെയ്യും? സോ 90 മൈനസ് വാല്യൂസ് ആയിരിക്കും വരിക. സോ ആർ റേഞ്ചസ് ഫ്രം യെസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ 0 ഡിഗ്രി ടു 53 degree 28 minutes. So that is a very important concept. So that is a 36 degree 32 minutes, not 52, 32. So നമുക്ക് ആ റേഞ്ചിൻ്റെ കിട്ടി. അപ്പോൾ ആ റേഞ്ചിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 53 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ ആർ മാക്സിമം കിട്ടിയാൽ ഐ മാക്സിമം നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഐ മാക്സിമം is equal to the refractive index into the sine of that R maximum. That is equal to N 1.68 into sine of 53 degree 28 minutes. So that value is equal to 1.68 into 0.8035. So we carry the value as 1.35. ഇവിടെ അണ്ടർസ്റ്റുഡ് ആകുന്ന ഒരു കാര്യം സൈനിൻ്റെ വാല്യൂയുടെ മാക്സിമം വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. സോ ദിസ് സിറ്റുവേഷൻ ഈസ് നോട്ട് പോസിബിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, സി all the rays, very important concept, thus all the rays inclined at angles 0 degree to 90 degree with the axis will be totally internally reflected inside the pipe. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഈ കണ്ടീഷൻ പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ആംഗിളിലും റിഫ്ലക്ഷൻ നടക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്.
വീണ്ടും ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. യു ഹാവ് ലേൺ ദാറ്റ് പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സ് പ്രൊഡ്യൂസ് വെർച്വൽ ഇമേജസ് ഓഫ് ദ ഓബ്ജെക്റ്റ്. ക്യാൻ ദേ പ്രൊഡ്യൂസ് റിയൽ ഇമേജസ് അണ്ടർ സർക്കംസ്റ്റാൻസസ്? ഷുവറായിട്ടും അത് റിയൽ ഇമേജസ് പറയും. റിയൽ ഇമേജസ് അതുണ്ടാക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എപ്പോഴാണ് നോക്കാം, നമുക്കൊരു ഡിസ്കഷൻ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ മിറർ ഉണ്ട് എന്നിരിക്കട്ടെ. സപ്പോസ് ഒരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരു റേ വരുന്നു എന്നിരിക്കട്ടെ. സോറി, കൺവേർജൻ്റ് ആയിട്ടുള്ള റേസ്. സോ ഇങ്ങനെ കൺവേർജൻ്റ് ആയിട്ടുള്ള റേസ്. സാധാരണ ഡൈവേർജൻ്റ് എന്ന് പറയുമ്പോൾ അല്ല, കൺവേർജൻ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വിടാം. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആക്ച്വലി കൺവേർജ് ചെയ്തു. സോ റിയൽ ഇമേജ് അവിടെ ഉണ്ടായി. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. എന്തുകൊണ്ട് ഇവനെ അങ്ങ് റീട്രേസ് ചെയ്തെടുത്തേ നമുക്ക് ഇവിടെ ഒരു ഓബ്ജക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ വെർച്വൽ ഓബ്ജക്റ്റ്. സോ വ്യക്തമായിട്ടൊരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. ചില സ്പെസിഫിക് കണ്ടീഷനിൽ ദ പ്ലെയിൻ മിറർ ക്യാൻ ഓൾസോ ഫോം റിയൽ ഇമേജ്, ബട്ട് ദ കൺവേർജൻറ്റ് റേസ് വി റിക്വയർഡ്. വളരെ പ്രധാനപ്പെട്ട കേസ്. അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിററിലും എങ്ങനെയാണ് ഇതേ സിറ്റുവേഷൻ നമ്മൾ ഇവിടെയും പാലിക്കുക. അപ്പോൾ നമ്മുടെ കോൺവെക്സ് മിററുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള റേസ് നമുക്ക് കൊടുക്കാം. അത് സ്വാഭാവികപരമായിട്ടും നമുക്കറിയാം ഇതേ പ്രോസസ്സ് അവിടെ നടക്കുന്നു. അവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ടും റേഡിയസ് ആയിരിക്കും. യെസ്, അതിനനുസരിച്ച് ആ റേസ് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ഫസ്റ്റ് റേ, ദ സെക്കൻഡ് വൺ. സോ ദേ കോയിൻസൈഡ്. സോ നമുക്ക് പറയാം റിയൽ ആയിട്ടുള്ള ഇമേജ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികപരമായിട്ടും ആ ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷനും നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ വെർച്വൽ ഓബ്ജക്റ്റ്. അപ്പോൾ കൺവേർജൻ്റ് ആയിട്ടുള്ള റേസ് നമ്മുടെ പ്ലെയിൻ മിററിലും അതോടൊപ്പം നമ്മുടെ കോൺവെക്സ് മിററിലും വന്നാൽ അവിടെ റിയൽ ഇമേജസ് പോസിബിൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ സെക്കൻഡ് വൺ. A virtual image, we always say, cannot be caught on a screen. Yet when we see a virtual image, we are obviously bringing it onto the screen. That is the retina of our eye. There is a contradiction. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ്റെ ഒരു കൺസെപ്റ്റുമില്ല. കാരണം the virtual image, that is a very important point. The virtual image of the object act as the virtual image of the object act as the object for the lens of our eye. That is a very important concept. That means അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ മാറുകയാണ്. അപ്പോൾ നമ്മുടെ ലെൻസിന് അതൊരു ഓബ്ജക്റ്റ് ആകുകയാണ്. സോ ഇറ്റ് ബിക്കംസ് എ വെർച്വൽ ഓബ്ജക്റ്റ്. So, and it will give the real image on the retina. So, different concept ആണ് ഓർക്കുക. So, there is no contradiction to that concept. And the third one, a diver underwater looks obliquely at a fisherman standing on the bank of a lake. Would the fisherman look taller or shorter to the diver than what actually is? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. എപ്പോഴും സാധാരണ നമ്മളൊരു റെയറർ മീഡിയത്തിലെന്നാണ് നമ്മൾ ലുക്ക് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഒബ്സർവർ റെയറർ മീഡിയത്തിലും ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ സൈസ് ഡിക്രീസ് ചെയ്തു. പക്ഷേ ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണ്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് റെയറർ മീഡിയത്താണെങ്കിൽ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് മ്യൂ ടൈംസ് ഓഫ് റിയൽ ഡെപ്ത് എന്ന് പറയുക ഇൻക്രീസ് ചെയ്തിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ, സേ ദിസ് ഈസ് വാട്ടർ കണ്ടീഷൻ
and suppose we are with one object is here, so that is the fisherman is there, a fisherman is there, so a diver is inside, so he is looking, so this ray comfort ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ഈ റേ ഇവിടെ വന്നിട്ട് ഫ്രാക്ഷൻ നടത്തി ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ ആയിട്ട് വന്നു. സോ അദ്ദേഹം ഫീൽ ചെയ്യുന്നത് ദാറ്റ് റേ ഇസ് കമ്മിങ് ഫ്രം ദിസ് വൺ ആൻഡ് ഹെൻസ് ദാറ്റ് ഇമേജ് ബിക്കം ടോളർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഓർക്കുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ ടോളറായിട്ട് മാറും. വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ദെൻ ദ ഫോർത്ത് കൺസെപ്റ്റ്. Does the apparent depth of a tank of water change if viewed obliquely? If so, the apparent depth increase or decrease? അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറയും. ഇപ്പോൾ നമുക്കൊരു ബീക്കർ നമ്മുടെ കൺസിഡർ ചെയ്താൽ സാധാരണ കേസിൽ ദാറ്റ് നോർമലായിട്ടുള്ളതിൽ പകരം ഒരു റേ വരുന്നു എന്ന് വിചാരിക്കുക ഒബ്ലിക്കലി, സ്വാഭാവികപരമായിട്ടും യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഡ്യൂ ടു റിഫ്രാക്ഷൻ the apparent depth of water decreases when viewed obliquely. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. The refractive index of diamond is much greater than that of ordinary glass. Is that fact some used to a diamond cutter? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ രൂപത്തിൽ ഒരു ഡയമണ്ട് എയർ ഇൻ്റർഫേസ് ആണെങ്കിൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 24 ഡിഗ്രിയാണ്. റീസൺ ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടേക്ക് ദ വാല്യൂ ഓഫ് റഫ്ലി 2.5. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ഡയമണ്ട് കട്ടറിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാട്ട് എവർ മേ ബി ദ ലൈറ്റ് ഫോൾസ് ഓൺ എനി ഫേസ്, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 24 ഡിഗ്രി. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ആംഗിൾ കിട്ടുന്നു അതിനെ ഡിഫറൻറ്റ് ഫേസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത്. സോ ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വിൽ ഹാപ്പൻ ആൻഡ് സോ ദ ഡയമണ്ട് ബിക്കം സ്പാർക്ലിംഗ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഓർത്തിരിക്കുക. We can move to the next question, number 19. The image of a small electric bulb fixed on the wall of a room is to be obtained on the opposite wall 3 meters away by means of a large convex lens. So നമുക്ക് ഈ വോളിൽ ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ യൂസ് ചെയ്തു. 3 മീറ്റർ അകലെയുള്ള ഒരു വോൾ അതിൻ്റെ ഇമേജ് നമുക്ക് ഉണ്ടാകണം. സോ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? What is the minimum separation between object and its image for its real image? What is the minimum separation? അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. സോ നോർമൽ കേസിൽ ആൻസർ 4F ആണ്. പക്ഷെ അതെങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ 4F എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കണം. എഫ് എന്ന് പറയുന്നത് 3/4 ആണ്. ദാറ്റ് മീൻസ് 0.75. പക്ഷേ അത് ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു ഓബ്ജക്റ്റ് ഇവിടെ കൊടുക്കാം, ഒരു ലെൻസ് നമുക്ക് കിട്ടി, ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടി. തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/u ആയിരിക്കും. സിമ്പിളായിട്ട് നമ്മുടെ ലെൻസിൻ്റെ റിലേഷനിലേക്ക് നമ്മൾ വന്നാൽ 1/v = 1/f. സ്വാഭാവികപരമായിട്ടും നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താൽ ഇറ്റ് ബിക്കംസ് 1/d-u ഇസ് ടേക്ക് ദ വാല്യൂ ആസ് 1/f. സോ നമുക്കൊന്ന് ക്രോസ് ചെയ്താൽ ദ വാല്യൂ d-u പ്ലസ് u, ദാറ്റ് ഡിവിഷൻ ബൈ ഈ മൈനസ് പ്ലസ് ആയെന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ബിക്കംസ് u ഇൻറ്റു d-u ടേക്ക് വാല്യൂ ആസ് 1/f. അവിടെ യും ക്യാൻസലായി മാറി. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ ആസ് du - u സ്ക്വയർ. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ മൈനസ് du പ്ലസ് df ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ വരുമ്പോൾ യു ടേക്ക് ദ വാല്യൂ ആസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
d square minus 4 into fd by 2 into 1. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിമിനൻ്റ് പറയുന്നത് നിലനിൽക്കണം, എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഡി സ്ക്വയർ മിനിമം വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഡിയുടെ വാല്യൂ, ഡി സ്ക്വയറിൻ്റെ വാല്യൂ ആക്കിയാൽ ഈ റൂട്ട് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ d/2 എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദ മിനിമം സെപ്പറേഷൻ എന്ന് പറയുന്നത് d=4 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഓൾറെഡി നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്പർ 20. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റൂ. അതിൻ്റെ തിയറി വളരെ വ്യക്തമായിട്ട് ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 90 centimeters from an object. The image of the object on the screen is formed by a convex lens at two different locations separated by 20 centimeters. Determine the focal length of the lens. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ ഓബ്ജക്റ്റ് ഫിക്സ് ചെയ്തിരുന്നാൽ നമുക്കറിയാം ഒരു എഫിനും 2Fനും ഇടയ്ക്ക് ഓബ്ജക്റ്റ് ആകുന്ന സമയത്ത് ഒരു ഇമേജ് അവിടെ ഉണ്ടാകുന്നു. പിന്നെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ അതിനെ എക്സ് സെപ്പറേഷനിലേക്ക് മാറ്റുമ്പോൾ അവിടെ 2Fനപ്പുറത്ത് ഓബ്ജക്റ്റ് എന്നൊരു കൺസെപ്റ്റിൽ എഫിനും 2Fനും ഇടയ്ക്ക് രണ്ടാമത്തെ ഇമേജ് ഉണ്ടാകുന്നു. ദിസ് ഈസ് ദ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. എക്സ് എന്ന് പറയുന്ന സെപ്പറേഷനിലേക്കാണ് നമ്മുടെ ലെൻസിനെ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, in order to find the focal length, we have to use the relation f is equal to d square minus x square division by 4d. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ d square 90 square മൈനസ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 20 square division by 4 into 90 and we get the value as 21.38 centimeter. സിമ്പിളായിട്ട് അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് അറിഞ്ഞിരിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. നമ്പർ 21. എ ഗുഡ് കൺസെപ്റ്റ് ബട്ട് എ ലെങ്തി വൺ. The first one. Determine the effective focal length of the combination of the two lenses in exercise 910 if they are placed 8 centimeters apart with their principal axis coincide. Does the answer depend on which side of the combination a beam parallel light is incident? Is the notion of effective focal length of the system useful at all? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുകയാണ്. സപ്പോസ് നമുക്ക് അവിടുത്തെ രണ്ട് ലെൻസസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ രണ്ടിൻ്റെ ഫോക്കൽ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസാണ്, അതിൻ്റെ 30 centimeter ആണ്. രണ്ടാമത്തത് ഒരു കോൺകേവ് ലെൻസാണ്. അതിൻ്റെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് -20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള സെപ്പറേഷൻ ഇവിടെ 8 centimeter ആയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ആദ്യത്തെ കേസായിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ബീം ഈസ് ഫോളിങ് ഓൺ കോൺവെക്സ് ലെൻസ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷനാണ് സംഭവിക്കുക എന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ഈ പാരലൽ ബീം എന്ന് പറയുന്നത് കോൺകേവിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ കേസിൽ ദ ഫോളിങ് ഓൺ വൺ. നമുക്കറിയാം പാരലൽ റേസ് വരുമ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ത് സംഭവിക്കും, കൺവേർജസ് ഫോക്കസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എന്ന് പറയുമ്പോൾ F1 വിൽ ഗീവ് ദ ഇമേജ് അറ്റ് 30 centimeter എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ആ ഇമേജ് വിൽ ആക്ട് ആസ് എ ഓബ്ജക്റ്റ് ഫോർ ദ കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ 30 - 8 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ 22 centimeter ആയിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാം ഓബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 22 centimeter ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് മനോഹരമായിട്ട് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. V2 is equal to U2 F2 division by U2 plus F2. വളരെ കൃത്യതയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
22 into minus 20 by 22 minus 20. So നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ ആസ് 220 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇവിടുന്ന് നമുക്കറിയാം ഈ കോൺവെക്സ് ലെൻസിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് കോൺകേവ് ലെൻസ് വെക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 220 എന്നാണ്. എന്ന് പറയുമ്പോൾ ഈ ലെൻസിൻ്റെ ലെഫ്റ്റായിട്ടാണ് മൈനസ് പൊസിഷൻ വരിക. 8 സെൻറ്റിമീറ്റർ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം 220 മൈനസ് 8 എന്ന് പറയുമ്പോൾ 220 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 212 സെൻറ്റിമീറ്റർ. 212 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഓഫ് കോൺവെക്സ് ലെൻസ്. അവിടെ നിന്ന് ഡൈവേർജ് വരുന്ന ഒരു റേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വെക്കുമ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഈ കോൺകേവ് ലെൻസിൽ നിന്ന് 220 സെൻറ്റിമീറ്റർ പുറകിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റായിട്ട് അതിന് ഇമേജിന് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൽ നിന്ന് 212 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് കൺസെപ്റ്റ് അവിടെ മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേ ഓഫ് ലൈറ്റ് നമുക്കൊന്ന് മാറ്റി നോക്കാം. അത് നമ്മുടെ കോൺകേവ് ലെൻസ് വന്ന് വീണാൽ എങ്ങനെയായിരിക്കും? പാരലായിട്ട്. യെസ്, അപ്പോൾ അവൻ്റെ ഫോക്കൽ ലെന്ത് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, -20 എന്നാണ്. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം അത് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് 20 സെൻറ്റിമീറ്ററിൽ നിന്നായിരിക്കും അത് ഡൈവേർജ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ ആ റേസ് ടു ഡൈവേർജ് ഫ്രം ദാറ്റ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസാണ് അടുത്ത് നമുക്ക് വെക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഓബ്ജക്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ പ്ലസ് ദാറ്റ് 20. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം രണ്ടാമത്തെ കേസ് സേ നമ്മളത് U1 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾ, വി ഗെറ്റ് ദ വാല്യൂ ആസ് -20 ആയി. അപ്പോൾ അവൻ്റെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് F2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? സിമ്പിളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു U1 into F2 division by U1 plus F2 substitute ചെയ്യാം. So that is equal to U1 is -28 into 30 by -28 plus 30. So denominatorൽ 2 ആയിട്ട് മാറും. So 2 14 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ you get the value as 420. So നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും that appears to diverge from 420 centimeter left of convex lens. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും the answer depend upon which side of the combination a beam of light is incident. Surely it depends upon. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ആൻഡ് ഓൾസോ എഫക്റ്റീവ് ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇവിടെ യൂസ്ഫുള്ളേ അല്ല. കാരണം നമുക്ക് വ്യക്തമാണ് ലൈറ്റ് റേ മാറുന്നതിനനുസരിച്ച് ആ കോമ്പിനേഷൻ്റെ വാല്യൂ മാറുന്നു എന്നുള്ളത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. അതിൻ്റെ സെക്കൻഡ് പാർട്ട്. യെസ്, an object 1.5 centimeter in size is placed on the side of the convex lens in the above experiment. The distance between the object and the convex lens is 40 centimeter. Determine the magnification by the two lens system and the size of the image. So നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യം നമ്മുടെ കോൺവെക്സ് ലെൻസിനെ എടുക്കാം. അവിടെ നിന്ന് നമ്മുടെ ഓബ്ജക്റ്റ് ഇരിക്കുന്ന അവൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് ഇസ് 1.5 സെൻറ്റിമീറ്റർ. ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററിലാണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇരിക്കുന്നത്. സോ നമുക്ക് U1 എന്ന് പറയുന്നത് -40 ആയിട്ട് എടുക്കാം. അവൻ്റെ ഫോക്കൽ ലെന്ത് നമുക്കറിയാം F = +30 ആണ്. രണ്ടാമത് നമ്മളുടെ കോൺകേവ് ലെൻസ് ഉണ്ട്.
സോ അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ആദ്യം ഇവൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോ U1F1 ബൈ U1 പ്ലസ് F2 ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു U1 എന്ന് പറയുന്നത് -40 ഇൻറ്റു +30 ഡിവൈഡ് ബൈ -40 +30. സോ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് വാല്യൂ ഈസ് 120 പ്ലസ് 120 സെൻറ്റിമീറ്റർ. അത് വെച്ചിട്ട് അവൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് ഫോർ എ ലെൻസ് വി നോ ദ വാല്യൂ ആസ് V ബൈ U. ഇവിടെ V എന്ന് പറയുന്നത് 1 പ്ലസ് 120 ആണ് ബൈ -40 ആണ്. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് -3. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ ആ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഈ ആദ്യത്തേതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് രണ്ടാമത്തതിൻ്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 120 ആണ്. അപ്പോൾ അതിലൊന്ന് 8 സെൻറ്റിമീറ്റർ മാറ്റണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേസിലെ ഇമേജ് ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മൈനസ് that 8. So that is equal to roughly 112 സെൻറ്റിമീറ്റർ പ്ലസ് വാല്യൂ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അവിടുത്തെ ഫോക്കൽ ലെന്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് -20 സെൻറ്റിമീറ്റർ. സോ അവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U2F2 ബൈ U2 പ്ലസ് F2. സോ നമ്മുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ 112 ഇൻറ്റു ഫോക്കൽ ലെങ്ത് -20 ബൈ സോ U2 എന്ന് പറയുന്നത് 112 പ്ലസ് F2 ഓർ പ്ലസ് F2. സോ F2 ടേക്ക് ദ വാല്യൂ ആസ് -20. സോ നമ്മൾ സോൾവ് ചെയ്താൽ V2 ടേക്ക് ദ വാല്യൂ ആസ് -24.34. അത് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ സിമ്പിളായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ഈസ് ദർ V2 ബൈ U2 ആണ്. സോ V2 ഈസ് ഈക്വൽ ടു -24.34 ദാറ്റ് ഡിവിഷൻ ബൈ -112 ആയിട്ട് നമുക്ക് കിട്ടി. സോ നമുക്ക് പ്ലസ് 112. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് -0.2174. നമ്മുടെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ മാഗ്നിഫിക്കേഷൻ നമുക്ക് 3 എന്ന് കിട്ടി. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.2174 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു 0.652. അപ്പോൾ ഫൈനൽ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി. HI ഡിവിഷൻ ബൈ HO എന്ന് പറയുന്നത് 0.652. സോ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു 0.652 into height of the object as 1.5 centimeter. The answer as 0.98 centimeter. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ പല ക്വസ്റ്റ്യനുകൾ ഒരുമിച്ച് ചേർന്ന് വരുന്നത് കൊണ്ട് നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമ്പർ 22. At what angle should a ray of light be incident on the face of a prism of a refracting angle 60 degree? അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ദാറ്റ് ഇറ്റ് ജസ്റ്റ് സഫേഴ്സ് എ ടോട്ടൽ റിഫ്ലക്ഷൻ അറ്റ് അതർ ഫേസ്. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ വരുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഗിവൻ ആസ് 1.54. അപ്പോൾ നമുക്കിവിടെ വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. ഒരു റേ വരണം, അത് നോർമൽ അനുസരിച്ച് റിഫ്രാക്റ്റ് ചെയ്ത് ഇവിടെ വരണം. സോ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് വന്നിട്ട് രണ്ടാമത്തെ ഫേസിൽ അതിന് റിഫ്ലക്ഷൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ R2 അല്ലേ, R2 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകണ്ടേ. നമുക്കറിയാമല്ലോ സൈൻ തീറ്റ സി എന്ന് പറയുന്നത് 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ, അത് 1.524 അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 1/1.524 എന്ന് പറയുന്നത് നമുക്ക് ലോഗരിതം വെച്ച് 0.6562 ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ തീറ്റ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 41 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ്ങിലെ R2വിൻ്റെ മാക്സിമം കൺസെപ്റ്റ് എന്ന് പറയുന്നത് 41 ഡിഗ്രി അല്ലേ.
നമുക്കറിയാം ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് R1 പ്ലസ് R2 എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്നല്ലേ നമ്മൾ വെച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ R1 വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി മൈനസ് 41 ആയിട്ട് എഴുതിക്കൂടെ? അങ്ങനെ വരുമ്പോൾ R1ൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയില്ലേ. എന്നിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇത് ആംഗിൾ I ആയിട്ടും ഇത് R1 ആയിട്ട് നമ്മൾ എടുത്താൽ സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം the sin of I division by sin of R1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. സോ the sin of I take the value as n into sin R1. So n value is 1.524 into sin of 90 ഡിഗ്രി ആയി മാറുകയല്ലേ. sin 90യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 0.4962. Roughly you get the value of I as 29 degree 45 minutes. So 30 degree ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഗുഡ് ക്വസ്റ്റ്യൻ, ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ വന്ന് വീഴുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. അതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ ദ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ R2 ആയിട്ട് നമ്മൾ എടുക്കുക. R1 പ്ലസ് R2 എന്ന് പറയുന്ന വാല്യൂ 60 ആണെന്നുള്ള കൺസെപ്റ്റും നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. A good question is waiting. Number 23. You are given prisms made of crown glass and flint glass with a wide variety of angles. Suggest a combination of prisms which will deviate a pencil of white light without much dispersion. So, വളരെ പ്രധാനപ്പെട്ട concept. And second one, disperse a pencil of white light without much deviation. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് പ്രിസംസ് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യത്തെ കേസിൽ പറയുന്നത് ഡിസ്പർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടെയുള്ള ഡിസ്പർഷൻ, ആംഗുലർ ഡിസ്പർഷൻ ഫോർ ദ ഫസ്റ്റ് വൺ പ്ലസ് ഫോർ സെക്കൻഡ് വൺ ഷുഡ് ഈക്വൽ ടു 0. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. നമുക്കറിയാം ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സോ ജസ്റ്റ് ഡിഫറൻസ് ഇൻ ഡീവിയേഷൻ ഫോർ ദ എക്സ്ട്രീം കളേഴ്സ് ഓർമ്മയിരിക്കണം. ദാറ്റ് ഈസ് ഡെൽറ്റ വി മൈനസ് ഡെൽറ്റ ആർ എന്ന് നമുക്കറിയാം. അവസാനം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എൻ വി മൈനസ് എൻ ആർ ഇൻ ടു എ. അതേപോലെ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് എൻ വി ഡാഷ് മൈനസ് എൻ ആർ ഡാഷ് ഇൻ ടു എ ഡാഷ്. സോ അത് 0 ആകണമെന്നാണ് പറയുക. അപ്പോൾ തീറ്റ എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സോ എൻ വി മൈനസ് എൻ ആർ ഇൻ എ പ്ലസ് എൻ വി ഡാഷ് മൈനസ് എൻ ആർ ഡാഷ് ഇൻ ടു എ ഡാഷ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ എ ഡാഷ് ടേക്ക് ദ വാല്യൂ ഈസ് മൈനസ് ഓഫ് എൻ വി മൈനസ് എൻ ആർ ബൈ എൻ ഡാഷ് മൈനസ് എൻ ആർ ഡാഷ് ഇൻ ടു എ. സോ നമുക്ക് സാധാരണ രൂപത്തിൽ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എൻ വി മൈനസ് എൻ ആർ എന്ന് പറയുന്നത് സാധാരണ ഒരു ക്രൗൺ ഗ്ലാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് സ്മോൾ ആയിരിക്കും. അപ്പോൾ എൻ വി ഡാഷ് മൈനസ് എൻ ആർ ഡാഷ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫോർ ദ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം എ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അടുത്ത കേസ് പറയുന്നത്, രണ്ടാമത്തെ കേസ് പറയുന്നത് അവിടെ ഡീവിയേഷൻ പാടില്ല എന്നാണ്. അപ്പോൾ രണ്ട് ഡീവിയേഷൻ്റെ സം എന്ന് പറയുന്നത് രണ്ട് പ്രിസത്തിൻ്റെതും കൂടെ 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എൻ മൈനസ് 1 ഇൻറ്റു എ ആണ് ഡീവിയേഷൻ. അപ്പോൾ രണ്ടാമത്തെ കേസിന് എൻ ഡാഷ് മൈനസ് 1 ഇൻറ്റു എ ഡാഷ് ആണ് 0 ആയിട്ട് പറയാം. അപ്പോൾ അവിടെ നമുക്ക് എ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ മൈനസ് 1 ബൈ എൻ ഡാഷ് മൈനസ് 1 ഇൻറ്റു എ ആയിട്ട് നമുക്ക് പറയാം. സോ എൻ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ ആണ്. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം ദ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആ രണ്ട് കേസസിൻ്റെയും പിക്ചറൈസേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. എന്തുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് സൈൻ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇൻവേർട്ടഡ് ആയിരിക്കണം രണ്ടാമത്തത്. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് എ ഡാഷ് ആണെങ്കിൽ. സോ ആദ്യത്തെ കേസിൽ വരുമ്പോൾ വിത്തൗട്ട് ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡീവിയേറ്റ് ചെയ്ത്
അത് ഒരുമിപ്പിച്ച് പോകുന്നു എന്നർത്ഥം. പക്ഷെ അവിടെ ഡീവിയേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇത് ഡിസ്പേഴ്സ് ചെയ്തതിന് ശേഷം അവിടെ ഡീവിയേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ എങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഡിസ്പേഴ്സ്ഡ് റേസ് ബിക്കം പാരലൽ ടു ദ ഇൻസിഡന്റ് ലൈറ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ വീഡിയോയിലെ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്പർ 24. For a normal eye, the far point is at infinity. The near point of the distant vision is about 25 centimeter in front of the eye. The cornea of the eye provides the converging power of about 40 diopters, and the least converging power of the eye lens behind the cornea is about 20 diopters. From this data, estimate the range of accommodation or the range of converging power of the eye lens of a normal eye. സോ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് പറയുക. ഇവിടെ പറയുന്നത് ദ ഐ യൂസസ്, രണ്ട് കേസസ് കമ്പൈൻഡ് ആയിട്ടാണ്. ദ കോർണിയയുടെ കൺവേർജിങ് പവർ എന്ന് പറയുന്നത് 40 ഡയോപ്റ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐ ലെൻസ് ഏതാണ്ട് 20 ഡയോപ്റ്റർ. സോ ടുഗദർ, സോ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരുമിച്ച് 40 + 20, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡയോപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികപരമായിട്ട് റിലേഷൻ എഴുതാം. 1/v = 1/f. സ്വാഭാവികപരമായിട്ടും സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് പവർ ഈസ് ഈക്വൽ ടു 60/100. സോൾവ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു as 5/3 centimeter. See, so image object എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് 5/3 centimeter ആണ്. ഇനി to focus an object at the nearer point, നമുക്ക് 1/f എന്ന് പറയുന്നത് -1/u + 1/v ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്, പ്ലസ് ഇമേജ് ഉറപ്പായിട്ടും നമ്മുടെ റെറ്റിനയിലാണ് പതിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 3/5 ആയിട്ട് മാറി. നമുക്ക് സോൾവ് ചെയ്താൽ f = 25/16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കറസ്പോണ്ടിങ് പവർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100 × 16/25 ആയിട്ട് നമ്മൾ എടുത്താൽ യു ഗെറ്റ് ദ വാല്യൂ ആസ് 64 ഡയോപ്റ്റർ. അപ്പോൾ നമ്മുടെ പവർ ഓഫ് ദ ഐ ലെൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ പവർ ഓഫ് ദ ഐ ലെൻസ് മാത്രമായിട്ട് എടുത്താൽ ദാറ്റ് ഈക്വൽ ടു 64 - 40. നമുക്കറിയാം 40 എന്ന് പറയുന്നത് കോർണിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡയോപ്റ്റർ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദ റേഞ്ച് ഓഫ് ദ അക്കോമഡേഷൻ ഓഫ് അവർ ഐ ലെൻസ് ഈസ് റഫ്ലി, നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ദ ലീസ്റ്റ് കൺവേർജിങ് പവർ ഓഫ് ദ ഐ ലെൻസ് എന്ന് പറയുന്നത് 20 ഡയോപ്റ്റർ ആണ്. അങ്ങേ അറ്റത്തേക്കുള്ള കേസ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ സംഭവിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് 24 ഡയോപ്റ്റർ. സോ ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ ആദ്യ കേസിൽ നമ്മൾ ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആയിട്ട് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ റെറ്റിനയുടെ ലെങ്ത് എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നിയർ പോയിന്റ് വരുമ്പോഴാണ് അവിടെ മാക്സിമം ആയിട്ടുള്ള മാഗ്നിഫൈങ് പവർ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോഴത്തേക്ക് 64 ഡയോപ്റ്റർ കിട്ടി. അത് കോർണിയയുടെ ഭാഗം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 24 ഡയോപ്റ്റർ ആണ്. സോ അവിടുത്തെ റേഞ്ച് ഓഫ് അക്കോമഡേഷൻ നമ്മൾക്ക് കിട്ടി 24 ഡയോപ്റ്റർ. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.